ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ബാംഗ്ലൂരിലെ പൊരിവെയിലത്ത് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. അതെ, നമ്മൾ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. നമ്മൾ രാവിലെ ഇറങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. 1 മണിയാവാറായി. അതെ, അത് വാച്ച് തെറ്റാ. നമ്മളുടെ ആദ്യത്തെ പരിപാടി എന്താണ് ഇന്നത്തെ പരിപാടി നമ്മൾ കുറച്ച് എൻഗേജിങ് ആക്കാവുന്നത്. അതെ അതെ, ഗോ കാർട്ടിംഗ്. രാവിലെ തന്നെ നമ്മൾ ഗോ കാർട്ട് ചെയ്യാം. ഒരുപാട് പേര് അഭിപ്രായം പറഞ്ഞു ഗോ കാർട്ടിങ്ങിന് പോവാം. രാവിലെ തന്നെ നമ്മളൊരു കോമ്പറ്റീഷൻ സ്പിരിറ്റാണ് ഇറങ്ങിയത്. നമ്മൾ ആരായിരിക്കും വിജയിക്കും, റേസ് ചെയ്ത് വിജയിക്കാൻ വിജയെ തീരുമാനിക്കും. നിങ്ങളെല്ലാവരും വിചാരിക്കും ദാസനായിരിക്കും വിജയിക്കാൻ പോകുന്നത്. No way. വർക്കൗട്ട് ആവില്ല. ഇല്ല. അപ്പൊ നമുക്ക് ബസ് പിടിക്കാം. നമ്മളിപ്പം രംഗേലിയിലാണ് വന്നിരിക്കുന്നത്. കെങ്കേരി. ഇവ എടുത്തത് ഒരു ബാംഗ്ലൂരിന്റെ അങ്ങ് അപ്പുറം മൈസൂരിലാണ് സ്റ്റേ എടുത്തേക്കുന്നത്. ഇന്നലെ തന്നെ ഒരു 5000 രൂപയായി ഇതിന് മാത്രമേ, അതിന് ട്രാവൽ ഊബറിന് വേണ്ടി മാത്രം. അതെ, 500 രൂപ സ്റ്റേക്ക് ലാഭിക്കാൻ വേണ്ടി 5000 രൂപ ഇതിന് കൊടുത്തു. അപ്പൊ വലിച്ചു നീട്ടുന്നില്ല. കൂടുതൽ അബദ്ധങ്ങൾ നമ്മൾ പറയുന്നില്ല. നമ്മൾ ഇനി അടുത്ത് ഗോ കാർട്ടിങ്ങിലേക്ക് വേണ്ടി ഒരു ബസ് പിടിക്കാനായിട്ട് നിൽക്കുകയാണ്. ഇനി ബസ് വന്നിട്ട് അപ്പോൾ നമ്മൾ മെട്രോയിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. ബാംഗ്ലൂർ മെട്രോ എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ, നിങ്ങളെ കാണിക്കണമല്ലോ. അതുകൊണ്ട് മാത്രം ബസ് ഡയറക്റ്റ് അവിടെ ഇല്ല. ഡയറക്റ്റ് ഇല്ല. ബസ് സ്ഥിരം എക്സ്പീരിയൻസ് ഇല്ല അവർക്ക്. മെട്രോയിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓൾഡ് സ്കൂൾ ബോയ്സ്. കണ്ടിരിക്കുകയാണ് കന്നഡ ഫാൻസ്. ಕನ್ನಡ ಕೊಂಚಂ ಕೊಂಚಂ ತಿರಿയും. ಕನ್ನಡ ಸ್ವಲ್ಪ ಬರುತ್ತೆ. ಸ್ವಲ್ಪ ಬರುತ್ತೆ. My name is Guru Nandan. My name is Lakshmikant. Okay. We do YouTube editing. I mean Instagram editing. Understands. Follow him. Where are you going now? Going to play area. Go karting. Okay. Nice to meet you. When you came to Karnataka? നമ്മൾ പാൻ ഇന്ത്യനായി. പ്രഭാസിന് ശേഷം ആര്? അതെ അതെ, അതിന്റെ ഉത്തരം എന്ത് ചെയ്യാൻ ഗൈസ്, എവിടെയും ഈ കന്നഡ ഫാൻസിനെ കൊണ്ടും ഇപ്പൊ പൊറുതിപ്പെട്ടിരിക്കുകയാണ്. ഭാഷ അറിയില്ലെങ്കിൽ എന്താ, അവർ നമ്മളെ വന്ന് തേടി കണ്ടുപിടിക്കുകയാണ്. അവർ സബ്സ്ക്രൈബ് ചെയ്തല്ലേ? സബ്സ്ക്രൈബ്. സ്വല്പ ബരതെ കേട്ടാ, കന്നഡ സ്വല്പ ബരതെ എന്ന് പറഞ്ഞാൽ കുറച്ച് അറിയാം. അതെ അതെ. നമ്മളിനി സർജാപൂർ, അവിടെ ഡയറക്റ്റ് ഇല്ല. അതിന് നമുക്ക് ഒരു ഡയറക്റ്റ് സ്റ്റോപ്പിൽ മെട്രോയിലും. ഇതാണ് കർണാടക രാജ്യോത്സവം പ്രമാണിച്ച് അവരുടെ സ്റ്റേറ്റിന്റെ അത്തവട്ടൊക്കെയാണ്. അതെ, അവിടത്തെ നമ്മളെ കേരളപ്പിറവിയാണ് ഇവിടുത്തെ കർണാടക ഇവിടുത്തെ രാജ്യോത്സവം. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് കോയിനാണ്, പേപ്പർ അല്ല. പോമോ? കയറിക്കോ. അപ്പോൾ ഗൈസ്, ബാംഗ്ലൂർ മെട്രോയിൽ നമ്മൾ കയറിയിരിക്കുകയാണ്. 5-6 സ്റ്റേഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല ഇവിടെ എത്താൻ. അതെ അതെ, കാരണം ഇതുവരെയ്ക്കും ബാംഗ്ലൂർ കയറിയിട്ടില്ല, ആദ്യമായിട്ടാണല്ലേ നമ്മളെ കൂടെ. ഞാൻ ഇങ്ങനെ കണ്ടില്ല, അതിനെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. 1 വർഷം ഇവിടെ ജോലിയുണ്ട്, ഇതുവരെയ്ക്കും മെട്രോയിൽ കയറിയിട്ടില്ല. നമ്മൾ വേണ്ടി 4 മാസം ഹോസ്പിറ്റലിലായിരുന്നു. ഓക്കെ ഗൈസ്, ഇനിയിപ്പോൾ അങ്ങ് എത്തിയിട്ട് വരാം. അങ്ങനെ നമ്മൾ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ ഇറങ്ങിയിട്ട് നമ്മളൊരു ഊബർ എടുക്കും. ഊബർ എടുത്ത് നേരെ ഗോ കാർട്ടിങ്ങിന് പോകും. അതാണ് നമ്മളുടെ പ്ലാൻ. പക്ഷെ കൊള്ളാല്ലേ, ഈ മെട്രോ ഉണ്ടെങ്കിൽ ഒരു ഉപയോഗമുള്ള സാധനമാണ്. ആക്ച്വലി സ്മൂത്താണ് കേട്ടോ, പറയാൻ പറ്റും. നമ്മുടെ നാട്ടിലും ട്രിവാൻഡ്രത്തും പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ മെട്രോയിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ഊബറിന്റെ കളികളാണ്. ഗോ കാർട്ടിലോട്ട് നമ്മൾ പോകാൻ പോവാണ്. നമ്മൾ വണ്ടി എടുക്കാൻ ഊബർ എടുക്കുന്നു. ഊബർ ഇവിടുന്ന് 800 രൂപയുടെ അപ്പൊ ബസ് പിടിക്കാം. പൈസയല്ലേ മറ്റേലും ഉണ്ടായിരുന്നുള്ളൂ. ഇത് മെട്രോ എത്ര സക്സസ്ഫുള്ളി എത്ര വേസ്റ്റ് ചെയ്ത് മെട്രോ എത്ര വേസ്റ്റ് ചെയ്ത് നമ്മള്? മെട്രോ 300 രൂപയായി, 60. അതും 800 രൂപയപ്പോ 1200. അത്രയും നമുക്ക് ബസ് പിടിക്കാം. ലൂപ്പ് വല്ലോ. നമ്മൾ വരുംതോറും ദൂരം കൂടി വരും. നമുക്ക് ഇവിടുന്ന് 2 ഓട്ടോ എടുക്കാം. 2 ഓട്ടോ ആകുമ്പോൾ 300 600 രൂപയ്ക്ക് തീരും. ഇല്ല, നമുക്ക് ബസ്സും കൂടെ നോക്കാം. അപ്പൊ ഗൈസ്, ഈ ഗോകാർട്ടിൽ നമ്മൾ വരുന്ന ദൂരം കൂടി വരുന്നു. പറഞ്ഞ റൂട്ട് എത്തിയപ്പോഴത്തേക്ക് ഇനിയും ഉണ്ട് 40 കിലോമീറ്റർ. ഇനി ഇപ്പൊ നമ്മൾ ആന്ധ്രാപ്രദേശ് ബോർഡറിലാണ് നിൽക്കുന്നത്. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞ് മെജസ്റ്റിക്കിൽ ഇറങ്ങാം. അവിടുന്ന് ബസ് കിട്ടിയത് ഇവൻ പറഞ്ഞില്ല. വിശ്വേശ്വരയ്യ കോളേജിൽ ഇറങ്ങിയിട്ടാണ് പോകാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഗൂഗിൾ മാപ്പ് പറഞ്ഞതാ. ഒന്നുമില്ല, അവിടെ എക്സിറ്റ് പോലും ഇല്ല. എക്സിറ്റ് വരെ അടച്ചിട്ടേക്കുന്നു. ഇവൻ പറഞ്ഞത് എക്സിറ്റ് ബി എന്നാണ്. അങ്ങനെ ഒരു എക്സിറ്റ് അവിടെ ഇല്ല അല്ലേ? കന്നഡ അറിയില്ല, ഇംഗ്ലീഷ്. അപ്പൊ അവൻ പറഞ്ഞ് ഗൂഗിൾ എന്ന്. അങ്ങനെ ചീത്ത ചോട്ടിച്ചു കഴിയില്ല. ഇനിയും പറയാനുണ്ട്. ഇനി നമ്മളെ എക്സ്പ്ലോറേഷൻ കാണിച്ച് നിങ്ങളെ മടുപ്പിക്കുന്നില്ല. നേരെ നമ്മൾ ഗോകാർട്ടിൽ നിന്നായിരിക്കും അടുത്തത്.
ആണെങ്കിൽ ബസ് ഇവിടെ കാണിച്ചു തരാം. ഇവിടെ എങ്ങനെയാണ് ബസ് കയറേണ്ടത്, ടിക്കറ്റ് എടുക്കേണ്ടത്. ഭയങ്കര പാടാണ് കേട്ടോ. അതായത് എല്ലാം ഇതിലാണ് എഴുതി വെച്ചേക്കണം, കന്നഡയിൽ. അല്ല, ഇത് നമ്പർ നോക്കിയാൽ മതി. ചെന്നൈയിലെ പോലെ തന്നെ നമ്പർ നോക്കിയാൽ മതി. എടാ, നീ കന്നഡ പോലീസിന്റെ ചോര് എങ്ങനെയാണ് സർജാപൂർ പോകുന്നത്? നീ ചോര് നിനക്കുള്ള നീ ഡയറിംഗ് ആയിട്ട് ചെയ്യുന്നല്ലേ പറഞ്ഞു. അഖിൽദാസ് ചോര്. എടാ അവര് കാണിക്കണ്ട, അതെന്ത് ക്യാമറ എടുത്ത് വെച്ചിരിക്കണ്ട. ഡയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. കർണാടക പോലീസ് കീ ജയ്. കൃഷ്ണമണി പോലും ഇന്നലെ ഇത് എവിടെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയാം. മറ്റേ പണ്ട് മറ്റേ അക്കൂസിന്റെ അവിടെ എന്തോ പോലീസ് വന്നപ്പോഴേ ബ്ലോഗ് വല്ലാണ്ട് നീളുന്നു. ഇന്നലെ മറ്റേ അങ്ങനെ ഒരു ചുപ്രിയാകട്ടെ അങ്ങനെ പറഞ്ഞില്ലേ സൗണ്ട് അപ്പത്തന്നെ താന്നിടാ ഒന്നും നോക്കി പോലും ഇല്ല. നല്ല ശാന്തനാണ്. ഇല്ല, ആമയൊക്കെ തല അകത്തോട്ട് വലിക്കൂലേ, അതുപോലത്തെ ഒരു സെറ്റപ്പ്. ഡയറിംഗ് കഴിഞ്ഞു, തിരിഞ്ഞു നോക്കുന്നില്ല. ഞാൻ കണ്ടായിരുന്നു മറ്റേ പോഡ്കാസ്റ്റ് എടുത്തപ്പോ പോലീസ് വന്നപ്പോ കണ്ടായിരുന്നു. ശ്രീകാന്തിനെ കണ്ടായിരുന്നു. ഞാൻ പോലീസ് ജീപ്പിൽ കയറാന്നെങ്കിലും പറഞ്ഞു. അപ്പോഴാ പിന്നെ എനിക്ക് പിന്നെ ജോലിക്കുണ്ട്, ഞാൻ പോലീസ് ജീപ്പിൽ കയറാം. ഓക്കെ, അവിടെ ബസ് സ്റ്റോപ്പിൽ പോയി നിന്നാൽ ബസ് കിട്ടുമെന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. പിന്നെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് അല്ലാതെ അവർക്കൊന്നും അടക്കാൻ വയ്യ. നോക്കിയാണ് ഇഴഞ്ഞു വരെയാണ് ഗൈസ്. ബസ്സുകളൊന്നും വരുന്നില്ല. അതാ ഒരുപാട് ടൈം ഇവിടെ കളഞ്ഞു. നമ്മുടെ ചെന്നൈ ആയിരുന്നെങ്കിൽ കുക്കിന് ബസ്സായിരുന്നു. അല്ല, ഇവിടെ മുഖ്യമന്ത്രി ബസ് വരുന്നുണ്ട്, പക്ഷെ നമ്മുടെ ബസ് മാത്രം വരുന്നില്ല. നമ്മളെ ബസ്സിനെ മാത്രം മാറ്റി. അവസാനം നമ്മൾ തോൽവി സമ്മതിച്ചു അല്ലേ? തോൽവി അല്ല, അങ്ങനെയല്ല. 500 രൂപയ്ക്ക് ടാക്സി കിട്ടി ഗൈസ്. അതല്ലേ ലാഭം. വീണ്ടും ഊബർ വിളിച്ചു. ഇനി നമുക്ക് എവിടെ പോവാം? ഇനി നമ്മള് ഗോകാർട്ട്. അങ്ങനെ നമ്മുടെ ബസ് വന്നിരിക്കുകയാണ് ഗൈസ്. ഈ ഷേപ്പിലാണെന്നേ ഉള്ളൂ. ഈ ബസ്സിന്റെ നമ്പർ 375A. ഇതിൽ കയറിയാൽ മതി നമുക്ക് പ്ലേ ഏരിയയിൽ എത്താൻ. അങ്ങനെ ഫൈനലി നമ്മൾ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മളുടെ പ്ലേ അരീന. അതെ, പിന്നെ അതിന്റെ ഫ്രണ്ടിലെത്തി. ഇനി ഇവിടെ എന്തൊക്കെയോ എനിക്കൊന്ന് ഒപ്പിട്ടാ കൊടുക്കണമെന്ന്. ഇതാണ് നമ്മുടെ കളിക്കളം. അപകടത്തിന്റെ അങ്ങനെ എന്തോ അവിടെ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു. അപകടം ഉണ്ടോ? ഇവിടെ വീണാലും പ്രശ്നമില്ല, ചാവൂല. അപ്പൊ നമുക്ക് പോവാം. നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ നമ്മൾ ഗോകാർട്ടിംഗ് അല്ലേ ഉദ്ദേശിക്കണം? ഗോകാർട്ടിംഗ്. നമുക്ക് പോയി ഗോകാർട്ടിംഗ് ചെയ്യാം. ഗോകാർട്ടിംഗ് കുറച്ചൊന്ന് തൊണ്ടയിൽ കുരുങ്ങിയായിരുന്നു ചെറുതായി. അപ്പൊ നോക്കാം നമുക്ക് എത്ര രൂപ ആവും എന്നൊക്കെ നോക്കാം. എത്ര രൂപ പൊടിയും നല്ല പൊടിയാൻ ചാൻസ് അല്ല, അവിടെ എന്തോ ഓഫർ ഉണ്ട് കേട്ടോ. 5 ആക്ടിവിറ്റിക്ക് എന്തോ ഒരുമിച്ചൊരു ഓഫർ. ഭയങ്കര പൈസ ആണല്ലോ. റീചാർജ് 24,000 എന്നൊക്കെ എഴുതിയിരിക്കണം. ഇത് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ബോണസ് കിട്ടും. 28 രൂപയ്ക്ക് പ്ലേ ചെയ്യാം. നമ്മളെ മറ്റവിടുത്തെ അതേ സെറ്റപ്പ് ലുലുവിന്റെ മുകളിലത്തെ 25,000 കണക്കുകളാണ്. കളികളല്ല. കാർഡ് എടുക്കണം, പക്ഷെ അവിടെ അതുകൊണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, സ്റ്റെപ്പ് ടു സൈൻ യുവർ ബിഹേവിയർ. എന്നിട്ട് കാർഡ് ഇല്ലാതെ പ്രൊസീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. ഗൈസ്, നമുക്ക് അതിന്റെ കയ്യിലൊരു സാധനമൊക്കെ ഇട്ടുതന്നു. ഏതാണ്ട് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത് ഗോകാർട്ടിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ. അതുവരെ നമുക്ക് ഇവിടെ വായി നോക്കിക്കാം. വേറെ എന്തെങ്കിലും ഗെയിംസ് കളിക്കാം, ചെറിയ ഗെയിംസ് കളിക്കാം. അങ്ങനെ ചുമ്മാ കയറി ചെയ്യാൻ പറ്റൂല. ആദ്യം ഇത് റീചാർജ് ചെയ്യണം. റീചാർജ് ചെയ്തിട്ട് കളിച്ചാൽ 7 മിനിറ്റാണ് ഈ ഗോകാർട്ടിംഗ് ഉള്ളത്. അതിൽ 2 ഓപ്ഷൻ ഉണ്ട്. 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്നല്ല, 1 മണിക്കൂർ ക്യൂ ഉണ്ടെന്നാണ് പറഞ്ഞത്. 1 മണിക്കൂർ ക്യൂ ഉണ്ടെന്ന്. അതാണ് വെയിറ്റ് ചെയ്യാനുള്ള. അല്ലടാ, ആ സമയത്ത് വേറെ കളിക്കാൻ പറ്റൂല. അല്ല, 450 സ്ലോട്ടിന് നമുക്ക് കയറാം. അങ്ങനെ നമ്മൾ ഇവിടെ ട്രാക്ക് നോക്കാനായിട്ട് ആദ്യം വന്നു. പക്ഷെ ട്രാക്ക് നോക്കിയിട്ട് ഇതൊരു സ്റ്റാറ്റസിനനുസരിച്ച് ഒരു അല്ല, ഇത് ആക്ച്വലി ഭയങ്കര ചെറിയ ട്രാക്ക് പോലെ തോന്നണം. ഇതിനേക്കാളും വലുതാണ് തിരുവനന്തപുരത്തുള്ള, ഇതിനേക്കാളും വലുതാണെന്നാണ് എൻ്റെ വിശ്വാസം. വളരെ ചെറുതായിട്ട് ഇതൊരു വ്ളോഗ് എടുത്തിട്ട് വലിയ സുഖം കാണുമെന്ന് അല്ലേ? നമ്മളും എൻജോയ് ചെയ്യൂല. അരുണിനും കളിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ബൗളിംഗ് ചെയ്താലോ എന്നാണ് ഞാൻ ചോദിച്ചത്. ബൗളിംഗ് നിനക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചാലോ? ബൗളിങ്ങോ ക്ലൈമ്പിങ്ങോ ചെയ്യാം. ക്ലൈമ്പിങ് പറ്റൂല, ബൗളിംഗ് ചെയ്യാം. എന്നാൽ നമുക്ക് ബൗളിംഗ് ചെയ്യാം. ഇതൊരു സുഖമായിട്ട് എനിക്ക് തോന്നണില്ല. ഭയങ്കര ചെറുത് കണ്ടപ്പം.
ഗൈസ് ഇതൊക്കെയാണ് ഇവിടുത്തെ റേറ്റുകൾ. ഈ 2 കാറാണ് ഉള്ളത്. നമ്മളതിൽ സ്പീഡ് കുറവുള്ളതും സേഫ്റ്റി കുറവുള്ളതുമായ കാറിനെ എടുത്തത്. അതെ, പൈസ കുറവുള്ളതായിട്ടുള്ള കാർ എടുത്തു. റിസ്ക് കുറവാണ്. സേഫ്റ്റി കുറവൊന്നുമില്ല, അത് ചുമ്മാ. സ്പീഡ് കുറവാണെങ്കിൽ സേഫ്റ്റി കൂടുതലല്ലേ? വ്യത്യാസമില്ല. 6:30 ഉള്ളൂ, ബാക്കി ഫുള്ള് ബുക്ക്ഡാണ്. 6:30 ഇപ്പോൾ 4 മണി ആയുള്ളൂ. 5, 6, 2.5 മണിക്കൂർ പോകും ഗൈസ്. 2.5 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും. പെയിൻബോൾ 4 പേര് വെച്ച് ബോറായിരിക്കും. വേറെ നമുക്ക് ഇവിടെയുള്ള വേറെയുള്ള ഗെയിമുകളൊന്നും ക്ലൈംബിംഗ് ചെയ്യാം. എനിക്ക് ചെയ്യാൻ പറ്റും വൈൽ ക്ലൈംബിംഗ്. എനിക്ക് കൈ വയ്യ. നമ്മൾ വാൾ ക്ലൈംബിംഗ് നിങ്ങൾ ചെയ്യും. നിങ്ങൾ ആര് ജയിക്കുമെന്ന് നോക്കാം. അത് വേണോ? നമ്മൾ സൗഹൃദ മത്സരം. എനിക്ക് കൈ നടുവൊന്നും വയ്യ. എല്ലാവർക്കും ഓരോന്ന് വയ്യാതെയാണല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവർ 2 പേരും ഇവിടെ ഇത് കയറാൻ പോകണം. എന്തിനാണ്? വാൾ ക്ലൈംബിംഗ് അല്ലേ? ഓക്കെ ഗൈസ്, ഞാൻ ഒരുങ്ങി. ഇനി അവൻ ഒരുങ്ങും. പൈസ ആയില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ഇങ്ങനെ ഒഴുകും. അല്ല, നാറും. ഒരു കെട്ട്. ഓക്കെ, ഇച്ചിരി പാടാ. കോച്ചി ബസ്സിൽ പിടിച്ച് ഇനി കൊണ്ട് കിടത്തണം. ഇനി പോയി കയറിക്കോ. ഞാൻ സെറ്റ് ആയിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ്. ഒരു സമയത്ത് ഒരാളെ കയറ്റുള്ളൂ. കോമ്പറ്റീഷൻ മുറുകണ കാണാൻ പറ്റൂല. നമുക്ക് ടൈം നോക്കാം. ചെല്ല് 2 പേരെ ഒത്ത് കയറ്റാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കിയേ. ഓക്കെ ഗൈസ്, അങ്ങനെ ഇത് കോമ്പറ്റീഷൻ തുടങ്ങാം. നമുക്ക് നോക്കാം ആരാദ്യം കയറുമെന്ന്. യെസ്, ഇത് അത്യാവശ്യം ഹൈറ്റ് ഉണ്ടല്ലേ ഇത്? ഓ ഓക്കെ, ഗ്രിപ്പിന് വേണ്ടിയിട്ട് അവർ പൊടി എടുക്കുകയാണ് ഗൈസ്. ഇന്നിവിടെ പൊരിഞ്ഞ പോരാട്ടമായിരിക്കും. പക്ഷേ ഇത് പറഞ്ഞു വിട്. കൗണ്ട് ഡൗൺ. 1, 2, 3 ആരാദ്യം കയറും? ഓ, വിനിച്ചേട്ടനാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. ഓ, ഇവിടെ ഒരാൾ മൈക്ക് വെച്ച് വിളിച്ച് പറയുന്നത് ശ്രീകാന്ത് കയറും. എനിക്ക് ഉറപ്പുണ്ട്, കാരണം കഴക്കൂട്ടത്തെ മതിൽ ചാടി ശ്രീകാന്ത്. ഏത് മതിൽ? അല്ല, അന്ന് ലൈവിൽ പറഞ്ഞ മതി. ശ്രീകാന്ത് ഉണ്ടോ? ഓ, ശ്രീകാന്ത് ഏട്ടൻ ഓവർടേക്ക് ചെയ്ത് ഗൈസ്. നിങ്ങൾ ചെറിയ അല്ല, നമ്മളിവിടെ ചെറിയതാണ് കേൾക്കാൻ പറ്റില്ല. ശ്രീകാന്ത് തിരിച്ചിറങ്ങുന്ന ഓ, വിനിച്ചേട്ടൻ ഓവർടേക്ക് ചെയ്ത്. ഇതിന്റെ സ്വിച്ച് വർക്കായില്ലേ? വർക്കായ ഓ, ചാടി ഓ, ചാത്ത്. അപ്പൊ 2 പേരും ടൈമിംഗ് എന്ന് പറയുന്നത് വിനിച്ചേട്ടൻ 39 സെക്കൻഡും ശ്രീകാന്തേട്ടൻ 45. ശ്രീകാന്ത് ലീഡ് ഉണ്ടായിരുന്നു, പക്ഷെ പോയി. ഒരിടത്ത് വെച്ച് ചവിട്ടിയത് മാറിപ്പോയി, കമ്പിയിലായി പോയി. അവിടെ ഇല്ലേ, നീ ലീഡ് ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ഞാൻ ചവിട്ടിയത് അതിൽ പകരം കമ്പിയിലായി പോയി. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? സ്റ്റാമിന കുറവ്. അല്ല, സ്റ്റാമിനയിലല്ല, വെയിറ്റിൻ്റെ ആണ് കാര്യം. അവിടെ എത്തുമ്പോൾ നമ്മളെ വെയിറ്റ് പിടിച്ചിട്ടില്ലേ, എനിക്ക് കടുത്ത് അവിടെ ആയിരുന്നു. ആ കമ്പിയിൽ ചവിട്ടിയപ്പോഴത്തേക്കും ഇതല്ല, കുറച്ച് ദൂരേ ഉള്ളൂ. അപ്പം ചെറിയതാണെങ്കിൽ വലിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കയറിയിട്ട് താഴെ എടുത്തത്. ഓടിയാലേ അവിടുന്ന് 14 സെക്കൻഡ്. നമ്മളെത്രയാ? ഞാൻ 40 പോയില്ല. നിങ്ങൾ 30 എത്ര സെക്കൻഡ്? നിങ്ങൾ 40 നാണക്കേട് പോയാൽ ഇവിടെ നിർത്തിയതേ. 14 കറക്റ്റ് ടൈം. എനിക്കൊരു ഷൂസിൻ്റെ ആയിരിക്കും അവിടെ. ഷൂസിൻ്റെ ആയിരിക്കും അവിടെ. ബെസ്റ്റ് ഓഫ് ദ 3 വെക്കാം. 1 പോയിന്റ് വിനുവിന്. ഒരു വെള്ളം 39 സെക്കൻഡും 45 സെക്കൻഡ്. ഗായ്സ്, അങ്ങനെ റൗണ്ട് 2 ആയിട്ടുണ്ട്. വിനു ഷൂ ഒക്കെ മാറ്റി. ഷൂവിന്റെ കുഴപ്പം പറയില്ല. ഡിലേ വന്നതെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ തവണ ഇവര് 10 സെക്കൻഡ് പുറകോട്ട് വലിച്ച് ഷൂ കാരണമാണെന്നാണ് വിദഗ്ധ റിപ്പോർട്ടുകൾ. ഇത്തവണ മറ്റേ പയ്യൻ ചെറുക്കം 15-14 സെക്കൻഡ് ഈ ഷൂ എന്നല്ലേ കാരണമെന്നല്ലേ പറഞ്ഞത്. ഇവിടെ ഒരാൾ കുടുങ്ങി നിൽക്കുന്നത്. ഇവിടെ നിന്ന് വിടമ്പഴേ കാണിച്ചു കൊടുക്കും. കണ്ട, അതാണ് ഞാൻ
ഇത് നീ പേടിയാവോ? എനിക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു അന്ന് ചാവൂലെന്നുള്ള കാര്യം എനിക്കറിയാം. പേടിയല്ലേടാ ദാസ ഇറങ്ങൂല ഒരു തരം. എനിക്കാണെങ്കിൽ ക്രെയിൻ ഇറക്കേണ്ടത്. ട്രെയിൻ എടുക്കേണ്ടത് ദാസ ഇറങ്ങൂല, ഉറപ്പാണ്. അത് അവിടെ തന്നെ നിന്നളെ. ഇവർക്ക് വൻ നഷ്ടമാകും. നമുക്ക് പൈസ വൻ ലാഭമായിരിക്കും. അല്ല എനിക്ക് തോന്നണതേ ഈ ട്രാക്കിൽ എന്തോ പ്രശ്നമുണ്ട്. കാര്യം ഇവിടെ കയറിയവരൊക്കെ ഇത്തിരി നിങ്ങളൊക്കെ ഇപ്പുറത്തെ സൈഡിൽ അല്ല അത് വേണ്ട അത് അതിന്റെ അഡ്വാൻറ്റേജ് ആണെന്ന് വിചാരിക്കും. ശ്രീകാന്ത് നിന്നിടത്താണ് അവൻ ചെയ്ത് പയ്യൻ ചെയ്ത്. നോക്കിക്കോ. വിനു ചെയ്യടത്താണ് മറ്റേ പയ്യൻ നിൽക്കണം. അങ്ങനെയല്ലോ. നോക്കിക്കോ ആരാണ്. ഇത് പറയണ്ടായിരുന്നു. പറയണ്ടായിരുന്നു. അവ ഒന്ന് അറച്ച്. ഞാൻ പറഞ്ഞില്ല ഇവിടെ എന്തൊരു പ്രശ്നമുണ്ട്. അവൻ നേരെ ചവിട്ടി കയറാത്തോണ്ട്. ഇല്ലടാ ഞാൻ ആദ്യം കുറച്ച് സ്പീഡിലാണ് കയറിയത്. എനിക്ക് എവിടെ വെച്ച് ഒരു പ്രശ്നം ശ്രദ്ധിച്ചു. അവനാ ഷൂ ഇല്ല. അവിടെ അതല്ല, അവനാ ഷൂ ഇല്ല. ഷൂ ഇല്ല അവന്. അതാണ് ഇത്തവണ നമ്മളെ പയ്യന്മാര് പൊളിക്കും. കണ്ടോ ഇല്ല അവൻ കയറിയല്ലേ. വിനു ഇപ്പൊ കയറിയില്ല നിന്നെ കാട്ടി മുന്നേ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാനായിരുന്നു ഇതില് ലീഡ്. പിന്നെ അവന്റെ ഷൂ അവിടെ എത്തിയപ്പോ ഞാൻ വിട്ടുകൊടുത്തു ചങ്ങാതിക്ക് വേണ്ടി. അവിടെ എത്തിയപ്പോൾ ബോധം പോയി. ചെറുതായിട്ട് അവിടെ എത്തിയപ്പോൾ വിട്ടുകൊടുത്തായിരുന്നു. നിങ്ങൾക്ക് തോന്നിയില്ലേ മനഃപൂർവ്വം? അവിടെ നിന്ന് അമ്മയെന്ന് വിളിച്ചെന്നാണ് പറയുന്നത്. വിനു തല ഇറങ്ങിയിട്ട് നിങ്ങളത് സ്ലോ ആയിട്ട് കാണിച്ചു കൊടുക്കും. അതായത് ഞാൻ അവിടെ എത്തിയിട്ട് ഒരു കാലം തിരിച്ച് താഴെ വെച്ച്. അതെന്തിനാണ്? മനഃപൂർവ്വം. മറ്റേ സിനിമയിലൊക്കെ കാണൂലേ ഇത് പാസ്. ശ്രീകാന്ത് ഈ പൊസിഷനിൽ നിന്ന് മാറൂല. ഇവിടെ പ്രശ്നമുണ്ട്. അപ്പൊ വിനുവിന് വേണ്ടി വിട്ടുകൊടുക്കണം എന്നാണ് പറയുന്നത്. ആക്ച്വലി അവന് ഭയങ്കര പേടിയാണ്. അവൻ മാറുന്നില്ല. സ്വിച്ച് ചെയ്യാൻ പറഞ്ഞിട്ട് മാറുന്നില്ല. അല്ല വിനു ഇപ്പുറത്ത് സ്വിച്ച് ചെയ്യാം. കണ്ട വിനു മാറിക്കൊടുക്കണില്ല. മാറിക്കൊടുക്കുന്നില്ല. നീ നോക്കാം. ഷൂവിന്റെ ആണോ നോക്കാം. നമ്മളെ കുട്ടികൾക്ക് ഷൂ ഇല്ലാതായി പോയി. ഇപ്പൊ ഷൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കുട്ടന്മാർ പറക്കും തോന്നുന്നു. അതെ പൊടി പോലും അവർക്ക് പറ്റണില്ല. പൊടി തീർന്നു. പൊടിയൊക്കെ ഇപ്പൊ തളർന്നുകൊണ്ട് വായിലിടുന്നുണ്ട്. ഗ്ലൂക്കോസ് എന്നാണ്. തോറ്റാലും കരയില്ലെന്നാണ് പറഞ്ഞത് ശ്രീകാന്തിന്റെ അടുത്ത്. വിഷമിക്കേണ്ട, അടുത്ത അവസരമുണ്ട് മനസ്സിലാക്കിയാണ്. 3, 2, 1 സ്റ്റാർട്ട്. ഇത്തവണ ശ്രീകാന്ത് പ്രാക്ടിക്കലായിട്ട് അവിടെ ശ്രദ്ധിക്കും കേട്ടോ. ആ സൈഡ് ശ്രീകാന്ത് ഫസ്റ്റ് ശ്രീകാന്തിന് വാശി കയറി. ഞാൻ പറഞ്ഞില്ലേ കഴക്കൂട്ടത്ത് ശ്രീകാന്തിന് എന്താ വെച്ചാൽ കഴക്കൂട്ടം ശ്രീകാന്ത് അയ്യോ ശ്രീകാന്ത് പുല്ലാനി വേള സ്പൈഡർമാനാണ്. പിരിച്ചേട്ടൻ ഇപ്പൊ കൂടെ പിടിച്ചിട്ടുണ്ട്. ശ്രീകാന്തേട്ടൻ അവിടെയാണ് കേട്ടോ പെടുന്നത്. ഞാൻ പറഞ്ഞ ആ പൊസിഷൻ മാറ്റി കൊടുക്കുക. അപ്പൊ അവൻ പറഞ്ഞു വേണ്ടെന്ന്. ഇപ്പൊ കണ്ട സാധനം ഇളവിപ്പോയി. ശ്രീകാന്തിന് അത് പറ്റിയില്ല. ശ്രീകാന്തിനെ ഇറക്കാൻ ഇനി അങ്കിൾ പെൺ പറയണം. തിരിച്ചിറങ്ങാൻ പറഞ്ഞു. അതെന്തോ മിസ്റ്റ് ടെക്നിക്കൽ ഇവന് ഭാഗ്യമുണ്ട് കേട്ടാ. ഭാഗ്യമുണ്ട് കേട്ടാ. എന്തെങ്കിലും തലയിലിടാൻ അപ്പൊ തിരിച്ചൊന്ന് ഇളക്കിയായിരുന്നു. അത് അങ്ങനെ ഒരു സാധനം ഇളകി പോയി. നേരത്തെ കയറിയപ്പോ അത് ഇളക്കി ഇട്ടത്. നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടണ ഈ ഭാഗ്യം? സ്ക്രൂ ഇളക്കിയല്ലേ? അത് ചവിട്ടി താഴെ വീണടാ. അവിടെ അതില്ലാതെ ചവിട്ടി കയറാൻ പറ്റില്ല. ഞാൻ നോക്കി മാക്സിമം. അത് നീ സ്ക്രൂ ഇളക്കിയെന്നാണ് ഇവിടെ ഒരു ചർച്ചാ വിഷയം. കഴിഞ്ഞതിന് നീ ജയിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോൾ ഇതിൽ ഞാൻ തിരിച്ചു വെക്കാൻ നോക്കി. തിരിച്ചു വെക്കുമ്പോൾ കറങ്ങി കൊട്ടികള്. അത് പറ്റൂല. അത് അവര് പറഞ്ഞ് രണ്ടാമത്തെ റൗണ്ട് ആണെങ്കിൽ അപ്പുറത്തെ സൈഡ് വേണമെങ്കിൽ ട്രൈ ചെയ്യാന്ന്. എനിക്ക് കന്നഡ അറിയാമോ? ചുമ്മാ ഊഹിച്ച് പറയണല്ലേ. ഇംഗ്ലീഷിലല്ലേ പറയണം. അപ്പൊ അത് അറിഞ്ഞൂടല്ലേ? ഇംഗ്ലീഷ് ഇംഗ്ലീഷാണ് പറഞ്ഞത്. CBSE-ലായിരുന്നു. അതുകൊണ്ടാണ് അറിഞ്ഞൂടായിരുന്നു. ശ്രീകാന്തിന്റെ ദയനീയമായ പരാജയം കാരണം അവന് ഒറ്റയ്ക്ക് കളിക്കാൻ ഇത് 5 വയസ്സിന് താഴെയുള്ളവർക്ക് തുറന്നു കൊടുക്കുള്ളൂ. ശ്രീകാന്ത് ആയതുകൊണ്ട് അവിടെ വിഷമിച്ചുകൊണ്ട് ഇത് കൊടുക്കാൻ. ഓൾഡ് സ്കൂൾ ബോയ്സിന്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം കൊച്ചുകുട്ടികളുടെ ശ്രീകാന്തിന് ഓപ്പൺ ആക്കി കൊടുത്തു. പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ബേസിക് ലെവൽ. അകത്തോട്ട് കാലിടല് ഓടിക്കുമെന്നാണ് പറഞ്ഞത്. പാടാ അവൻ പറഞ്ഞു പരത്തേ. അങ്ങനെയൊന്നുമില്ല. മീഡിയ അഡ്വാൻസ് No, easy. Very easy. No, it's okay, brother. Easy. Very easy. അപ്പുറത്ത് ഞാൻ പറഞ്ഞു അപ്പുറത്ത് കയറിക്കുള്ളൂ. അവന് അത് പറ്റില്ല. അതിലേ കയറാൻ പറ്റും. ഇത് 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഉള്ളതാണ് ശ്രീകാന്തിന് കൊടുത്തേക്കുന്നത്. ശ്രീകാന്ത് 6 വയസ്സിലോട്ട് ആക്കരുത്. ശ്രീകാന്ത് ഇതിൽ തന്നെ 12 സെക്കൻഡായി. ഇതിന്റെ ടൈമാണ് അടിക്കുന്നത്. ഈ പുള്ളി കാരണമല്ല. പുള്ളി അവിടെ ശരിയാക്കാൻ പോകും. കഴുത്ത് കഴിക്കണം മോഡിലോട്ട് നോക്കി.
എനിക്കിത് കണ്ടു തന്നെ ഞാൻ തല ഇറങ്ങണതാ. ഇവിടെ എത്തുമ്പോ ഉണ്ടല്ലോ എന്റെ എന്ത് ബോഡി വെയിറ്റ് ആണ്. പിന്നെ ഈ ചരിവില്ലേ, അവിടെ ചെല്ലുമ്പോൾ നമ്മള് ഫുൾ ബോഡി വെയിറ്റ് തൂങ്ങിയെടുക്കണം. അല്ലെങ്കിൽ ഒരു ഇത് കിട്ടും അല്ലേ? ഈ സ്ട്രേറ്റ് കയറുന്ന വലിയ കുഴപ്പമില്ല, ഈ ചരിവുള്ള സ്ഥലത്താണ് പാട്. ഇവിടെ ആരും 50 തീർന്നിട്ടില്ല. 51 സെക്കൻഡ്. ഇവിടുത്തെ 4 വയസ്സായ കുട്ടി പോലും 49 സെക്കൻഡ് എടുത്തിട്ടുള്ളൂ. അപ്പൊ 51 സെക്കൻഡ് എടുത്തു. സെക്കൻഡ് റെക്കോർഡ് ബ്രേക്കർ. എല്ലാവരും സബ്സ്ക്രൈബറും നിങ്ങൾ വീട്ടിൽ ഇരുന്ന് കാണണമെങ്കിൽ നിങ്ങളും ക്ലാപ്പ് അടിക്കും. പുതിയ റെക്കോർഡുകൾ തീർക്കാൻ വേണ്ടി വീണു. നിന്റെ 51.64 സെക്കൻഡാണ് ശ്രീകാന്തിന്റെ. വിനു എത്രയിൽ തീർക്കും? അപ്പൊ ശ്രീകാന്തിന് വേണ്ടി വലിയൊരു അപ്ലോസ് കൊടുക്കും. 51 തീർത്തു കഴിഞ്ഞാൽ വിനുചേട്ടൻ ജയിക്കുവേ. അവന് സമയം കിട്ടിയല്ലേ? അത് ഫൈനലാണ്. അവിടെ ഇത് ഭയങ്കര ഞാനെവിടാ സാധനമില്ലേ, കാല് തന്നെ അകത്തു പോകല്ലേ? പിന്നെ അകത്തു. ഓക്കെ, വിനുചേട്ടൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. വിനുചേട്ടൻ സിമ്പിൾ ആയിട്ട് കയറി പോകുന്നത്. സിമ്പിൾ ആയിട്ട് പോകുന്നു. വിനു സിമ്പിൾ ആയിട്ട്. വിനു 10 സെക്കൻഡ് തീർക്കും. ഞാൻ കയറുന്നത് കണ്ട് പഠിച്ചെന്നോ. വിനുവിന് ചുമ്മാ അല്ല, രാത്രി ഉറക്കമില്ലാത്ത. വിനു 20 സെക്കൻഡിൽ പോകും. അയ്യോ, ഹെൽമെറ്റ് തലപ്പെടുത്തണ്ട. അവൻ പതുക്കെ ആക്കൂല, അങ്ങ് എത്തി. 30 സെക്കൻഡ് എത്തി. യെസ്. ഫിസിക്കലി ഫിറ്റ് ആണ്. 8 സെക്കൻഡെങ്കിലും പറഞ്ഞെങ്കിൽ 1 മിനിറ്റ് ആക്കാൻ. 1 മിനിറ്റ് ആക്കായിരുന്നു. ഇതിപ്പോ സോറി, അല്ലെങ്കിൽ നമുക്ക് അതെങ്കിലും പറയായിരുന്നു. നീ 1 മിനിറ്റ് തീർത്തെന്ന് പറയണ്ട, 1 തീർത്തു എന്ന് പറയായിരുന്നു. അതെ, എന്താ നീ ഫസ്റ്റ് ആണെന്ന് പറയായിരുന്നു. ഈ പൈസ കൊടുത്തോണ്ട് ഞാൻ വിചാരിച്ചു പതുക്കെ കയറാം. 33 സെക്കൻഡ് 85 സെക്കൻഡ്. 20 സെക്കൻഡിന്റെ ഡിഫറൻസേ ഉള്ളൂ. 20 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ശ്രീകാന്തിന് തിരിച്ചു ഇറങ്ങായിരുന്നു തോന്നുന്നു. ആ സമയം അതിനൊരു സമയം ഉണ്ടായിരുന്നു തോന്നുന്നു. പോട്ട് സാരമില്ല. അല്ലടാ, ഞാൻ വിട്ടുകൊടുത്തല്ലേ, നിങ്ങൾക്ക് കണ്ട മനസ്സിലായല്ലോ. നീ ഇങ്ങനെ വിട്ടുകൊടുത്താലേടാ നിനക്കൊന്നും കാണുമെന്ന് തോന്നല്ലോ. ഓക്കെ, കൊള്ളാം കേട്ടോ. നമുക്ക് അടുത്ത ഗെയിം പോവാം. അടുത്ത ഗെയിം. ഇനി നമ്മൾ ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു വീഡിയോ. ഇതിന്റെ പേര് വെച്ചാൽ ടർക്കിഷ് ഐസ്ക്രീം എന്നാണ്. അത് അവരിങ്ങനെ നമുക്ക് തരും. ഇതാണ് പുള്ളി മേക്ക് ചെയ്യുന്നത്, നമ്മുടെ ടർക്കിഷ് മാസ്റ്റർ. ഇനി പുള്ളി ഐസ്ക്രീം തരും, നമ്മളത് വാങ്ങിയെടുക്കണം. ഇത് അങ്ങനെ ഇതിനും തരൂല. അത് ഉല്ലാസിനെ കൊണ്ടേ പറ്റുള്ളൂ. ഇവിടെ ഓൾഡ് സ്കൂൾ ഉല്ലാസ് കൊണ്ടേ പറ്റുള്ളൂ. കുഞ്ഞ് ഞാനാണല്ലോ. ഉല്ലാസ് നമ്മുടെ ചാങ്കോട്ടോണത്തെ പിടിച്ചു പറിക്കാരനാണ്. അവനിത് പറ്റും. മെയ് വഴക്കവും തഴക്കവും പഴക്കവും അവനേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യുന്നതാണ്. ഈ കൈയിടുമെന്നാണ് തോന്നുന്നത്. തലയടിച്ച് പൊട്ടിക്കുമെന്നാണ് തോന്നുന്നത്. എവിടെ വാങ്ങണ്ട അങ്ങോട്ട് തറയിട്ട് ഐസ്ക്രീം ഇല്ല. പിടിച്ച് ഞെരിയാണ്. കണ്ണാടിച്ച് പൊട്ടിക്ക് പിടിച്ചത്. ഉല്ലാസിന് ഉള്ളി തേക്കുണ്ട്. ക്വാണ്ടിറ്റി കൊടുക്കാൻ അതിനകത്ത് കൈയിടും. എനിക്കറിയാം. പോയി ബ്രോ. കൊളാട്രൽ ഡാമേജ്. അത് ഫൈൻ. അത് കൊളാട്രൽ ഡാമേജ് ആണ്. ഇവൻ കോമോ എന്തോ ചെയ്തു. ഇവിടത്തെ ആദ്യത്തെ സംഭവം എന്നാണ് പുള്ളി പറയുന്നത്. തുടങ്ങിയതിന് ഫസ്റ്റ് ടൈം കളിയാക്കിക്കോ കൊളാട്രൽ ഡാമേജ് കേട്ടോ. എന്തോ മന്ത്രം അറിയാം. എനിക്ക് ഞാൻ ഇല്ല ഉല്ലാസം. നിന്റെ ഇഷ്ടത്തിൽ എന്താന്ന് വെച്ചാൽ ചെയ്തു. സോറിടാ, ഞാൻ ചെയ്തിട്ടില്ല. ഒരു ഐസ്ക്രീം Thank you. Finally, ice cream. കാര്യം കേട്ടോ. Ice cream. Thank you. Oh, thank you. Thank you. ഇത്തിരി കഷ്ടപ്പാടാണ് കഴിക്കാൻ. ഇച്ചിരി കഷ്ടപ്പാടില്ലടാ, നമ്മളിനി കഴിച്ചോളാം. പക്ഷെ കൊള്ളാം കേട്ടോ. ഐസ്ക്രീം കൊടുക്കും.
ഉല്ലാസ് കാരണം കരഞ്ഞോണ്ട് പോകുന്നു. പുള്ളി കരഞ്ഞോണ്ട് പോകുന്നു. 5000 രൂപ ഐസ്ക്രീമാണ് രണ്ടാഴ്ചത്തെ സാലറിയാണ് ആ പോണത്. കൊള്ളാം അല്ലേ ഐസ്ക്രീം? ഒരു പാവം മനുഷ്യൻ. പക്ഷെ അത് കയ്യിൽ നിന്ന് പോയി പുതിയ കൊണ്ടുവന്നു. പുതിയുണ്ടോ? ഒരു കോൺ കിട്ടി, വേണം ആർക്കെങ്കിലും? എന്തായാലും സമാധാനം ഇന്നത്തേക്കുള്ളത്. ഗൈസ്, അടുത്തതായിട്ട് കുട്ടികൾക്കുള്ള ഗെയിമാണ്. അതെ. അപ്പൊ അതിനുവേണ്ടി നമ്മളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഹെവി വെയിറ്റ് ചാമ്പ്യൻ അഖിൽദാസ്. അത്ര നിസ്സാരക്കാരനല്ല. നമ്മൾ ഹെവി വെയിറ്റ് ചാമ്പ്യൻസ് പ്രിപ്പറേഷൻ. ഈ ബോട്ടിൽ തറയിൽ വീഴാതെ പിടിക്കണം, അതാണ് ചലഞ്ച്. റെഡിയാണോ? ഇവിടെ റെഡി. 3 ഉച്ചി തന്നെ വീഴുമെന്ന് തോന്നട്ടോ. ഓ ഒരെണ്ണം പോയി. എത്ര കിട്ടി? 7 പിടിക്കുമെന്ന് പറഞ്ഞ് 7 വിട്ട് 3 പിടിച്ചു. അടുത്തതായിട്ട് നമ്മൾക്ക് വേണ്ടി ഇറങ്ങുന്നു അരുൺ ചേട്ടൻ. എനിക്ക് ആദ്യത്തെ ഒരു പ്രശ്നമായിരുന്നു. ഇവരിത് വേറെടാ കാര്യം. നമ്മളതിന് വലിച്ചെഴുതി കയറിയപ്പോ എവിടെ ഇരുന്ന് കൈയടിച്ചു. കൈയടിച്ചത് അപ്ലോസ് ചെയ്തതാ. കൈയടിച്ച് ചിരിച്ചു. Same person, 3 rounds. ഓ 3 റൗണ്ട്സ് ഉണ്ട്. ഓ സെയിം പേഴ്സൺ 3 റൗണ്ട്സ് അല്ലേ? സെയിം പേഴ്സൺ 3 റൗണ്ട്. നിനക്ക് 1 റൗണ്ട് ഉണ്ട്. ഓക്കെ, ഇത് പ്രാക്ടീസ് ചെയ്യാൻ ടൈം ഉണ്ട്. 3 2 എന്താവും ദാസൻ എനിക്ക് വേണ്ടി ദാസൻ ലൈറ്റ് വെയിറ്റിനെ റെപ്രസെന്റ് ചെയ്ത് ദാസ. യെസ്. അയ്യോ അത് തീർന്നു. സൈഡിൽ തട്ടി, അതുകൊണ്ട് ഒരു പ്രശ്നം പറ്റി. നീ ഫൗള് കാണിച്ചെന്ന്. ഓ ഇറങ്ങി പോടാ ഈ അങ്ക തട്ടിന്ന്. ഇതിൽ തട്ടിയാ പിടിച്ചുകൂടാ. എന്നുവെച്ചാൽ ഇതിന് കൈ അടിച്ചുകൂടാ. അല്ല, ഇതിൽ തട്ടിയിട്ട് പിടിച്ചുകൂടാ. അത് തെറിച്ച് പോയി. പിടി ഇത് പിടിക്കും. ദാസ പോയി അടുത്തേര് ഫുള്ള് പിടിക്കണേ. നിങ്ങൾ എന്നെ ട്രൈ ചെയ്യണം. അപ്പോൾ 6 3 9 അത് നോക്കണ്ട. ഓക്കെ. ടോപ്പ് സ്കോർ നോക്കിയാ അതാ ഓ ഏറ്റവും കൂടുതൽ എത്ര പിടിച്ചെന്ന് നോക്കിയാൽ മതി. ബെസ്റ്റ് ഓഫ് 3 നോക്കിയാൽ. ഓക്കെ, ലാസ്റ്റ് ആണ്. എടാ, ഒരു കൈ പിടിക്കാൻ നോക്കിയാൽ പെട്ടെന്ന് കിട്ടോടാ. പിടിക്കാമോ? കൊള്ളാം. 7 ഇനിയാണ് അരുൺ. അല്ല, ആദ്യം 7 പിടിക്കുമെന്ന് പറഞ്ഞു. 7 പിടിച്ചു. 7 8 പിടിച്ചാൽ നിങ്ങൾ ജയിച്ചു. അത് വേണ്ട, എനിക്ക് ചെയ്യാൻ വേണ്ട. 5 ജയം വേണം. ദാസന്റെ ചെയ്യാം, എന്റെ ചെയ്യാം. അല്ല. നീ അടുത്തോട്ട് കുറച്ചുകൂടി നിൽക്കണോടാ. ഒരു കൈ മാത്രം വെച്ചാണ് അവൻ കളിക്കുന്നത്. എത്ര എടുത്ത്? 2 ഫസ്റ്റ് റൗണ്ട് 2 കിട്ടും. നല്ല ദൂരായി. സെക്കൻഡ് റൗണ്ട്. ഓക്കെ. യെസ്. മൈ ഗാഡ്, കട്ടക്ക് നിൽക്കുകയാണ് രണ്ടുപേരും. അത് പൊളിച്ച്. അല്ല, അവന്റെ റിഫ്ലക്സ്. അതെ സൂപ്പർ. ഓക്കെ, ലാസ്റ്റ് റൗണ്ട് ഗൈസ്. ഓ പോയി. അത് ഒരുമിച്ച് വീണടാ. ഓ 6. അത് മോശം. 2 ഒരുമിച്ച്. അവന്റെ കോൺസെൻട്രേഷൻ. അപ്പോൾ ടോപ്പ് രണ്ടുപേരും ഈക്വലി നിൽക്കുകയാണ്. 7-7. ഗുഡടാ. അപ്പം ഇതിൽ തോൽവിയും ചെയ്യൊന്നുമില്ല ഗൈസ്. സൗഹൃദം മാത്രം. അതെ, ഇതൊന്നും നിലനിൽക്കും. അവന്റെ കൈ വയ്യാത്തോണ്ട് നീ ഇത് കൈയല്ലടാ, റിഫ്ലക്സാ. ഇനി കായികമായി ഭയങ്കര എഫേർട്ടുള്ളൊരു ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അതെ, നമ്മൾ അമ്പലപ്പുറപ്പിലൊക്കെ കണ്ട് പരിചയപ്പെട്ടൊരു ഗെയിം. നമ്മുടെ ബോട്ടിൽ മറ്റേ വളയിടുന്ന സാധനം. അതിനുവേണ്ടി നമ്മളെ റെപ്രസെന്റ് ചെയ്ത് ദാസൻ ചേട്ടനും മിനു ചേട്ടനും കൂടെ ഇറങ്ങിയിരിക്കുകയാണ് OSPക്ക് വേണ്ടി. ഓക്കെ. 4 റിങ് വീണ് കഴിഞ്ഞാൽ വലിയ ഒറ്റ ഇടി കിട്ടും. 3 റിങ് വീണ് മീഡിയം കിട്ടും. പിന്നെ സ്മോൾ കിട്ടും. അതും പോയി. റെപ്രസെന്റ് ചെയ്ത് അവരെ കൊണ്ട് ഒന്നും പറ്റൂല. ഇതുപോലും പറ്റൂല. കൊച്ചുങ്ങളൊക്കെ എഴിഞ്ഞ് 4-5 വിട്ടു കേട്ടോ അതിനകത്ത്. മിനു ചേട്ടൻ വന്നിട്ട് ഇത് വന്നിട്ട് ഇത് ഒന്ന് ഒന്നും കൂടെ ഒന്നുകൂടാ.
ഇല്ല. രണ്ടെണ്ണം ദാസന്റെ ഇഷ്ടം പോലെ ഉണ്ട്. കുപ്പിയിൽ ഇത് ചേർത്തോ കൈസ്? ഒരു ചാൻസേ ഉള്ളൂ. 200 രൂപ തിന്നാതെ കുടിക്കാതെ കൊണ്ട് കളഞ്ഞു. രണ്ടെണ്ണം എടുത്താലും മതിയല്ലേ? അപ്പം നമ്മൾ അടുത്ത ഗെയിമിലോട്ട് പോവുകയാണ്. അടുത്ത ഗെയിം അത്യാവശ്യം ഉന്നം വേണ്ടൊരു ഇതാണ്. നമ്മൾ പഞ്ചപാണ്ഡവരുടെ പരമ്പര ആയതുകൊണ്ട് തന്നെ നമ്മൾ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് യുധിഷ്ഠിരൻ, അഖിൽദാസും അപ്പം നകുലൻ ആയ ഉല്ലാസും ഡാർട്ടാണ് കളിക്കുന്നത്. ഫസ്റ്റ് ഡാർട്ടർ ഈ ആണ് ഉല്ലാസ്. ഓ കൊള്ളാം, 2 ബുൾസൈ ആണെന്നാണ് പറഞ്ഞത് ഉല്ലാസ്. ഓ ഉല്ലാസ് ടെൻഷൻ ഉണ്ടോ? ഇതിരി പാടാണ്. ഓ പിന്നെ പാട്. ഓ ഉല്ലാസ് കൊള്ളാം 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 കൊള്ളാം. ഓ വീണ്ടും ഉല്ലാസ്. ഓ ഉല്ലാസ് ഓ ഉല്ലാസ് അടുത്തത് രണ്ടെണ്ണം. ഓ ഉല്ലാസ് ബുൾസൈ ബുൾസൈ ബുൾസൈ. ഓ നിയർ നിയർ നിയർ. ഓ അത് ബുൾസൈ. ഗുഡ് 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 ഗുഡ്. തോറ്റുപോയി. ഇല്ല തോറ്റില്ല. ഇവൻ കളിക്കാണ്. അത് കഴിഞ്ഞ് എന്റെ ട്രൈ കഴിഞ്ഞ്. അതവിടെ ഇരിക്കട്ടെ. നീ കുറെ ഇവിടെ എറിഞ്ഞിട്ട് ഒരു 2 നിനക്ക് പുറത്ത് ഒരെണ്ണം കൊണ്ടുപോയില്ല. പവറിൽ എറിയണേ, ഊക്കിനെറിയണേ. അയ്യോ എവിടെ? ആ അത് തന്നെ. ഓ അത് കൊള്ളാം. ഓ കഴിഞ്ഞു. ഇതിരി ടഫാണല്ലേ? ഇതിരി കഷ്ടമാണ് കേട്ടാ. ഇതിരി പാടാണ്. അതിന് പരിശീലനം ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. അർജുനൻ ഫീൽ ആയിടാ. അർജുനൻ ആകണോ? അർജുനൻ 3 ഡാർട്ട് എറിഞ്ഞൊടിച്ച് പാട്ട് സാരമില്ല. ഇനി അടുത്ത ചോദിച്ചൊരു ഭാഗ്യാന്വേഷണ പരീക്ഷണമാണ്. അതായത് നമുക്ക് ഈ കാന്തം വെച്ചിട്ട് ഇതിന് 10 ഡക്കിനെ ചൂസ് ചെയ്യാം. ഈ ഡക്ക് എടുക്കുമ്പോഴത്തേക്കും ഡക്കിന്റെ അടിയിൽ ഹാർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പ്രൈസ് കിട്ടും. സ്കില്ലായിരുന്നു. അയ്യോ എന്റെ പൊന്നു പോലെ ആ സ്കില്ല് ഞാൻ കണ്ട 3 ഡാറ്റാലോടില്ല. ഇത് ഭാഗ്യപരീക്ഷണം. നിങ്ങൾ ഭാഗ്യപരീക്ഷണം ചെയ്യും. ഇത് ചെയ്യാം. ഇത് ചെയ്തു നോക്കാട്ടോ ഭാഗ്യപരീക്ഷണം. നീ ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ഒരാൾ ചെയ്താൽ മതി. ഇത് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ഭാഗ്യമുള്ളത് വിനുവിനാണ്. സോ വിനു ആണ് കളിക്കാൻ പോണത് നമുക്ക് വേണ്ടി. എങ്ങനെയാണ് ചൂസ് ചെയ്യണത്? എടാ നിനക്ക് ഇഷ്ടമുള്ള റാൻഡംലി ഒരെണ്ണത്തിനെ ചൂസ് ചെയ്തെടുക്കാം. നിനക്ക് ഇഷ്ടമുള്ള അത് സ്കില്ലാണ്. നിനക്ക് മനസ്സിലാക്കണം എവിടെയാണ് ഈ ഹാർട്ട് വെച്ചേക്കുന്നത്. അതിൽ എന്തൊരു സ്കില്ലടേ? എടാ ഇതില് റിഫ്ലക്ഷൻ ഉണ്ട് കേട്ടോ ഹാർട്ടിന്റെ. അത് വെച്ചിട്ട് എടുക്കണം. ഇത് കളിയാക്കാനുള്ള ദേവന്മാരുടെ തത്രപ്പണ. അല്ല എനിക്ക് ആക്ച്വലി ക്രിക്കറ്റോ പിന്നെ ക്രിക്കറ്റ് സ്വന്തമായിട്ട് തിരഞ്ഞെടുത്തൊരു ഗെയിമാണ്. ഒന്നുമില്ല അതില് നാട്ടില്ല. ഇനി ഇതിൽ ഹാർട്ട് ഉള്ളതുണ്ടോ ഇതിന്റെ അടിയിൽ? കാണുമായിരിക്കും. ഒരെണ്ണമെങ്കിലും കാണും. നോ ഹാർട്ട്. ഹാർട്ടില്ല. നോ ഹാർട്ട്. ഇല്ല ഞാൻ പറഞ്ഞുതരാം. ആ സൈഡിലോട്ട് അതിലും ഇല്ല. അവിടുന്ന് അത് ഇങ്ങോട്ട് വാ. അത് ഇപ്പൊ മോളിരിക്കുന്നതിന്റെ ഇപ്പുറത്തെ പുറകോട്ട് വാ. ഇങ്ങോട്ട്. അത് തന്നെ. അതല്ല അപ്പുറത്ത്. അത് തന്നെ. എന്തായാലും ഒന്നും ഇല്ലായിരിക്കും. അതൊരു ഇൻഡു മാർക്ക് ഇട്ടിട്ടുണ്ട്. അല്ല ഉൻഡു മാർക്ക് ഇട്ട പോലെ തോന്നണം. ഇല്ല പോടാ, ഇൻഡു മാർക്ക് ഒരു തേങ്ങയില്ല. 5 ഉള്ളൂ. 5 ആണോ? 10 അല്ലേ? നല്ല കൂതറ കളിയാണ് ഗൈസ്. ഇവിടെ ഉള്ള ഏറ്റവും കൂതറ കളി. ഏറ്റവും മികച്ച മാർഗ്ഗം. അതിനെന്തായാലും കാണൂല. ഇല്ല നല്ല കഴിഞ്ഞ്. കൂതറ കളി. അജേ വിനു എന്തെല്ലാം മാർഗങ്ങൾ ഉണ്ടായിരുന്നു 130 രൂപ കളയാൻ. ഞാൻ പോയി ആ ഗെയിം കളിക്കാം സ്കില്ല് വേണ്ടെങ്കിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് ഇടാൻ പോവാണ്. എന്നെ തേച്ചുകൊണ്ട് ഞാനിത് ഇടാൻ പോയതാണ്. ഒരു പാവെങ്കിലും നമ്മൾ ശ്രീകാന്ത് വാങ്ങിച്ചു തരുമെന്നാണ് നമുക്ക് പ്രതീക്ഷ ഉള്ളത്. ഇത് എന്തായാലും ഇത് കൂട്ടത്തിൽ എളുപ്പമുള്ള കളിയാണ്. ഉള്ളതിൽ ഏറ്റവും എളുപ്പമാണ്. ഇത് LKG കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിട്ട് നമ്മൾ ശ്രീകാന്തിന് ആ ചാൻസ് കൊടുക്കും. നിനക്ക് അവിടെ എറിഞ്ഞാൽ പോയി. പതുക്കെ ഇതൊരിക്കലും പറ്റില്ല. പതുക്കെ ഇട്.
വിടാൻ പറ്റൂല. സ്ലോ മോഷൻ ഇട്. സ്ലോലി അത് തിരിച്ചു വരുവാണ്. എടാ സൈഡിൽ ഇറങ്ങിയാ കറങ്ങാൻ സ്ലോലി ഈ ആംഗിളിൽ പറഞ്ഞു നിങ്ങളിങ്ങനെ റൗണ്ട് ആക്കി ഇട്. റൗണ്ടാണ് നോക്കണം, പറ്റില്ല. ഈ സൈഡിൽ ഇങ്ങനെ ഇടണം. സ്പിന്നി പിന്നാണ് നോക്കണം. പക്ഷേ അത് അവര് എന്നെ അവസാനം പറഞ്ഞു ശ്രീകാന്തിന്റെ എറി കണ്ടിട്ട് ചേച്ചി എന്നെ പറഞ്ഞു കൊടുത്തു, മോനെ ഇങ്ങനെ എറിയണം. ഇത് രണ്ടെണ്ണം ഞാൻ വീഴ്ത്താൻ ശമ്പളം പോയാലും കുഴപ്പമില്ല. Yes, അങ്ങനെ അതും പോയിരിക്കുന്നു. അത് ഇങ്ങനെ പുറത്തോട്ട് തള്ളി. പക്ഷേ ഡാർട്ടിലാണ് നമ്മൾ ഞാനും ഉല്ലാസും കൂടെ കുറച്ച് പുറത്തോട്ട് തള്ളിയായിരുന്നു, അത് ഇപ്പം മാറി. ഡാർട്ടിൽ നമ്മൾ ഞാനും ഉല്ലാസും കൂടെ നാട്ടിൽ അവിടെ 2 ഓട്ട വീണ്. അലുമിനിയം ഷീറ്റിൽ 2 ഓട്ട വീണ്. ഇവർ രണ്ടുപേരും വളരെ പരാജയം. ഡാർട്ടിൽ അവരെ ബാൻ ചെയ്ത് ഇനി വരല്ലെന്ന് പറഞ്ഞു. അവർക്ക് നഷ്ടം. ഷീറ്റിലൊക്കെ ഓട്ട വീണ് ഷീറ്റില് 3 ഡാർട്ട് കുത്തി പൊട്ടിച്ച്. അതെങ്കിലും കുത്തിപ്പിടിച്ചിട്ടില്ലേ? അപ്പൊ ഇന്നത് നമ്മളുടെ അതിസാഹസികമായ ഒരു ദിവസം. അതെ, നിങ്ങൾ ഇതേപോലെ സാഹസികനാവും നമ്മളെ പോലെ. നമ്മൾ ഇത്രയും ആവരുത്. പറയണോ? നമ്മൾ പറഞ്ഞാൽ പോരെ. നിങ്ങളെ ഇതുപോലെ സാഹസികരാവും. അതെ, നിങ്ങൾ പ്രിക്കോഷൻസ് എടുക്കണം കേട്ടോ. ഇത്രയും സാഹസികത കാണിക്കരുത്. പ്രിക്കോഷൻസ് എടുത്ത് സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ ഫോളോ ചെയ്യുക. അതെ അതെ, താറാവിനെ പിടിക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക. താറാവിനെ പിടിക്കുന്നത് അതൊരു സ്കാം ആണ് ഗൈസ്. ആ സ്കാം എനിക്ക് നിങ്ങളുടെ മുന്നിൽ കാണിക്കണം. വീണു അല്ല, അവിടെ വെച്ചിട്ട് ഡാറ്റ ലഭിച്ചു. നിങ്ങൾ ഡാറ്റ അറിഞ്ഞോ? എനിക്ക് അവിടെ താറാവിന്റെ ഒരു ഗെയിം ഉണ്ട്, സൂപ്പർ ആണെന്ന്. ഒരു ഹാർട്ട് പോലും ഇല്ല ഗൈസ്. അത് ഇത്രയും താറാവ് പറ്റിക്കാൻ അത് പാടില്ല. മണ്ടന്മാര് മാത്രമേ വീഴുള്ളൂ അതില്. അതെ, മണ്ടന്മാരല്ല ഗൈസ്, അത് നമ്മള് അവര് പറഞ്ഞ മനസ്സിലായില്ല. അത് തീർന്ന്. അപ്പൊ നമ്മളെ പോലെ ആവുക, നിങ്ങൾ ഇതേപോലെ ആവുക. പുറത്തേക്ക് കാണിക്കുക. വല്ലപ്പോഴൊക്കെ മാസ്തി ഒരിക്കലല്ലേ ചുറുചുറുക്കോടെ പോവുക, എനർജി പോലെ ബാക്കിൽ കുറച്ചേരം ഇരിപ്പുണ്ടായിരുന്നു. എല്ലാരും പോയി. അപ്പൊ ഇനി കൂടുതൽ ചുറുചുറുക്ക് കാണിക്കാതെ ഇനി നമ്മൾ കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരിന്റെ നൈറ്റ് ലൈഫ്. അതാണ് ബാംഗ്ലൂരിന്റെ മറ്റൊരു സോൾ അല്ലേ? ആത്മാവിനെ തൊട്ടറിയുന്ന ഒരു ബ്ലോഗാണ്. സ്ട്രീറ്റുകള് എന്ന് വെച്ചാൽ ലാഭത്തിന് കുറെ സാധനങ്ങളൊക്കെ കിട്ടുമെന്നൊക്കെ കേട്ട്, കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്, ചർച്ച് സ്ട്രീറ്റ്, അങ്ങനത്തെ സ്ഥലങ്ങൾ അല്ലേ. പിന്നെ ഇവിടെ ബ്രീവറി ഉണ്ട്, നമ്മൾ അവിടെ പോകും. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ അടുത്ത വ്ലോഗ് കാണുക അല്ലേ. നമ്മളൊരു ഭാഗ്യത്തിൽ ചിലപ്പോൾ സ്കാമിൽ പെടും. മുൻകൂർ ജാമ്യാണ്. അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഈ വ്ലോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഹൈപ്പും ചെയ്യുക, ഫീഡ്ബാക്സും ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം കമന്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വ്ലോഗ് അവസാനിക്കുകയാണ്. ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കങ്കേരി ബസ് ടെർമിനൽ 10. ഇവിടെ നമ്മൾ ഇവിടെ ഫൈനലി വി ഫൗണ്ട് ഇറ്റ്. ഇതൊക്കെ പഠിച്ചു വെക്കണ്ടേ? ഇത് പഠിച്ചു വെക്കണമെന്ന് പറഞ്ഞാൽ നിനക്ക് ട്രിവാൻഡ്രത്ത് പോകണം. അഗസ്ത്യാർ കൂടത്തുകൊണ്ട് സ്റ്റേ വെച്ച് എന്റെ അടുത്ത് വന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. ആ ഏരിയ വല്ല ആണെങ്കിൽ പറഞ്ഞു. മെട്രോ ഉള്ള സ്ഥലമാണ് ഇത്. ട്രിവാൻഡ്രത്ത് കിടക്കണവരെ അഗസ്ത്യാർ കൂടത്ത് സ്റ്റേ വെച്ച്. ഇതൊക്കെ ബാംഗ്ലൂർ മാപ്പിലുണ്ടാണ് എനിക്ക് അറിഞ്ഞൂടാ. ഗൈസ്, ഇവിടെ നിന്ന് വ്ലോഗ് എടുത്തിട്ടോ കർണാടക പോലീസ് നമ്മളെ വിരട്ടി ഓടിച്ചു. ബ്ലോഗിനൊരു എൻഗേജിങ് വരാൻ വേണ്ടി ഇതുവഴി പോയാൽ മതി എന്ന് പറഞ്ഞു. എക്സിറ്റിന്റെ കാര്യമല്ല, നമ്മള് വീഡിയോ എടുക്കല്ലെന്ന് പറഞ്ഞില്ലേ? എടുത്തുകൂടായിരിക്കും. മനോഹരമായിട്ട് പറഞ്ഞു, അത് എടുക്കാൻ പറ്റില്ല. വളരെ താഴ്മയോട് പറഞ്ഞു, മസാല കേട്ടുന്നില്ല. കർണാടക പോലീസ് വന്നിട്ടുണ്ടോ? മാറ്റിച്ചോ. അവർ ചിലപ്പോൾ അവരെ കുറിച്ച് പറഞ്ഞു. കർണാടക പോലീസിന്റെ ഒരു എൻകൗണ്ടർ ഇതുവരെയും കിട്ടിയിട്ടില്ല. അതൊന്നുണ്ടാക്കാം. ബിനുവിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. ഞാൻ തമിഴ്നാട് എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ്. എനിക്ക് ഇതിൽ താല്പര്യമില്ല. കന്നഡ പോലീസിനെ വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം. എവിടെ കന്നഡ പോലീസ്? അവരൊന്നും അങ്ങനെ അവരാരും എന്റെ കൈ എത്തണം. എങ്ങനെ ബെൻഡിൽ എങ്ങനെ ഒന്നുകൂടെ കാണിച്ച്? നമ്മള് മറ്റേ മുട്ട് കുനിയാൻ പാടില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെയല്ലേ ചെയ്യാം. ഒരു പരിചയ സമ്പത്ത് പോലെ തോന്നുന്നത്. എന്തൊരു വൃത്തികെട്ടന്മാരോ. കാര്യം ഭാഗ്യ പരീക്ഷണം ഒരാൾ ചെയ്യാം. ഓക്കെ, എനിക്ക് ആ ബോൾ കളിക്കുന്ന സാധനം വേണം. അല്ല, എനിക്കത് വേണം. നീ ഇത് ഭാഗ്യം.